മക്കാരുടെ ജീവിതം എന്താ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. മക്കളെ കിട്ടാൻ ഒരു ആരാധ്യൻ, സമ്പത്ത് കിട്ടാൻ വേറൊരു ആരാധ്യൻ, പ്രശ്നങ്ങൾ നീങ്ങാൻ വേറൊരു ആരാധ്യൻ, ഓരോന്നിനും ഓരോരോ ആരാധ്യൻ. കുടുങ്ങിപ്പോകുമ്പോൾ അള്ളാഹുനെ വിളിക്കും. അള്ളാഹുനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, മറ്റു പലതിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥ റബ്ബ് എന്ത് ചെയ്യില്ല? ഇബാദത്തായി കണക്കാക്കൂല. ഈ അവസ്ഥ റബ്ബ് ഇബാദത്തായി കണക്കാക്കൂല. മറിച്ച് ഇബാദത്ത് റബ്ബ് ഉദ്ദേശിക്കുന്ന, റബ്ബ് നമ്മൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ മേൽ ഒന്നാമത്തെ ബാധ്യത നിശ്ചയിച്ച ഇബാദത്ത് എന്താണെന്നറിയോ? പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുലേക്ക്, സമ്പത്തില്ലാതാവുമ്പോൾ അള്ളാഹുലേക്ക്, കുടുങ്ങിപ്പോകുമ്പോൾ അള്ളാഹുലേക്ക്, മക്കളെ ചോദിക്കുമ്പോൾ അള്ളാഹുലേക്ക്. എല്ലാ സന്ദർഭത്തിലും എല്ലാ പ്രാർത്ഥനയും എല്ലാ ഇബാദത്തും ഇസ്തിഗാസ ആയിക്കോട്ടെ, തവസ്സുൽ ആയിക്കോട്ടെ, എന്ത് പേരിട്ടിട്ടായിക്കോട്ടെ, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കും. ഇങ്ങനെ ചെയ്യുന്നത് വരേക്കും അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനല്ല. ഇനി ഒക്കെ പോട്ടെ, നേരെ തിരിച്ചു പറയാം. ഒരാൾ ആയിരക്കണക്കിന് വർഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം, അവന്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ. അവൻ ഇടയ്ക്കൊരു സന്ദർഭത്തിൽ അങ്ങേയറ്റം കുടുങ്ങിപ്പോയപ്പോൾ യാ റസൂലല്ലാഹ് അഗിസ്നി, യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് ഏതെങ്കിലും ഒരു പ്രാവശ്യം അവൻ വിളിച്ചാൽ അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനല്ല. റബ്ബ് അവന്റെ ഇബാദത്തിൽ സ്വീകരിക്കും. റബ്ബിനത് വേണ്ട. അള്ളാഹ് പറയാം, ഷിർക്ക് പങ്കു ചേർക്കപ്പെടുന്നത് അത് ഏറ്റവും അധികം വേണ്ടാത്തവൻ, അതിൽ നിന്ന് ഏറ്റവും അധികം ധന്യനാണ് ഞാൻ. എനിക്ക് മാത്രമായിട്ട് ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് മതി. അങ്ങനത്തെ ഇബാദത്തുകൾ ഞാൻ സ്വീകരിക്കും. എനിക്കും ഇബാദത്ത് നൽകുക, അവനും കൊടുക്കുക, അവനും കൊടുക്കുക, അയാൾക്കും കൊടുക്കുക, അങ്ങനെയുള്ള ഇബാദത്ത് എനിക്ക് വേണ്ട. അള്ളാന്റെ വാക്കാണ്. ഒരുത്തൻ അവന്റെ ജീവിതത്തിൽ മുഴുവൻ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്നത് വരേക്കും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവനാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവൻ. അവനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനുമായിട്ടുള്ളൂ. ബാക്കി ആരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനല്ല. എത്ര സുജൂദിൽ കിടന്നാലും, എത്ര ഖുർആൻ ഖത്തം തീർത്താലും, എത്രയൊക്കെ സ്വതക്കകൾ കൊടുത്താലും, എത്രയൊക്കെ നോമ്പെടുത്താലും, അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വട്ടമെങ്കിലും അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനല്ല, ആകൂല.